മൂലത്തറ ഡാം തുറന്ന കനാലിൽ വെള്ളം വന്നാൽ പലശനയിലെ ഗിരീഷിന്റെ കുടുംബത്തിന് ഉറക്കമില്ല. പാറക്കളത്തുള്ള തന്റെ വീടിന്റെ അസ്ഥിവാരത്തിനടിയിലൂടെ വെള്ളം എത്തുന്നത് തടയാനാവാതെ പ്രതിസന്ധിയിലാണ് ഗിരീഷ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണികഴിപ്പിച്ച മൂലത്തറ കനാലിന്റെ ഉൾവശത്തെ കോൺക്രീറ്റ് മുഴുവൻ ദ്രവിച്ച് അടർന്നതാണ് കനാലിന് തൊട്ടു താഴെയുള്ള ഗിരീഷിന്റെ വീടിന് ഭീഷണിയായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ വീടിന്റെ അസ്ഥിവാരത്തിനടിയിൽ പല ഭാഗങ്ങളിലൂടെയും വെള്ളം മുറ്റത്തേക്കൊഴുകുന്ന സ്ഥിതിയുണ്ട്. കെട്ടിടത്തിനടിയിലൂടെ വർഷങ്ങളായി ഇത്തരത്തിൽ വെള്ളമൊഴുകുന്നത് മൂലം വീട് തകർന്നു വീഴാനുള്ള സാധ്യതയാണ് ഗിരീഷിനെയും കുടുംബത്തെയും ഭീതിയിലാഴ്ത്തുന്നത്. കനാലിന്റെ അകവും വശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പെയിന്റിംഗ് തൊഴിലാളിയായ ഗിരീഷ് പറയുന്നത്. അത്രയും പെട്ടെന്ന് ഇതൊന്ന് വേഗം റെഡിയായി തരിക. ആ പ്ലാസ്റ്റിങ് മൊത്തം അതിനെ റീവർക്ക് ചെയ്യുക. കനാലിൻ്റെ ആ സൈഡ് മൊത്തം പൊട്ടിക്കിടക്കണം, ദ്രവിച്ച് കിടക്കണം. അതിന് മൊത്തം ഒന്ന് റീപ്ലാസ്റ്റിങ് ചെയ്താൽ പ്രശ്നം തീരാവുന്നുള്ളൂ. ഈ ആവശ്യമുന്നയിച്ച് നിരവധി തവണ ജലസേചന വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയും പരിഹാരമുണ്ടായില്ല. ജലസേചന വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും സ്ഥലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും നിവേദനം നൽകിയിരുന്നുവെന്നും ഗിരീഷ് പറഞ്ഞു. വാർഡ് മെമ്പർ ഈ പരിസരത്ത് ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ വന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഇവിടെ ഈ പരിപാടി നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഇതേവരെ നോക്കാൻ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട MLA ബാബു ഏട്ടൻ്റെ അടുത്തൊക്കെ ഒരു 10-25 തവണയെങ്കിലും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നോക്കാനേ വന്നിട്ടേ ഇല്ല. അല്ലാത്ത വിഷമമുണ്ട്. ഓരോ തവണ കനാൽ തുറക്കുമ്പോഴും വീടിന്റെ ബലക്ഷയം കൂടി വരുന്നതിനാൽ കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളും ഉൾപ്പെടെ 15ഓളം പേർ ഉൾപ്പെട്ട കുടുംബത്തിന് അപായം സംഭവിക്കുമോ എന്ന ആധിയോടെയാണ് ഇവർ കഴിയുന്നത്. 10-15 ആൾക്കാർ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ട് വശം തന്നെ ഇങ്ങനത്തെ കാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിത്തട്ട് എന്ത് കാഴ്ചയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയല്ലേ ഉള്ളൂ. ഒരുപാട് വർഷമായി ഇവിടുത്തെ എല്ലാവരും ഓഫീസുകളിൽ പോയി എല്ലാ പരാതികളും പറയുന്നുണ്ട്. ആരും തന്നെ അന്വേഷിക്കാനോ 7 വർഷമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. 7 വർഷമായിട്ട് എല്ലാവരും ശരിയാക്കി തരാമെന്ന് പറയല്ലാണ്ട് ഇത്ര നേരമായിട്ടും ശരിയാക്കിയ കാഴ്ചയാണ് ഇത്. ആരും തന്നെ എല്ലാവരും ശരിയാക്കി പറയുകയല്ലാണ്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീട് എങ്ങനെ പിന്നെ നിലനിൽക്കുന്നത്? ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്നത് തന്നെ. ഞങ്ങൾ 15 അംഗ കുടുംബമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.